ഇത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രം. ഓണം ഇവിടെ വലിയ ഉത്സവമായിട്ടാണ് ആളുകൾ ആഘോഷിക്കാറ്. അത്തനാളിൽ ആരംഭിച്ച് തിരുവോണത്തിന് അവസാനിക്കുന്ന ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്നു. ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലമായതിനാൽ ആവാം തിരുകാൽക്കര എന്നും തൃക്കാക്കരയെ അറിയപ്പെടുന്നു. മഹാബലി തമ്പുരാന്റെ ഐതിഹ്യം നമുക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹം മികച്ചൊരു ഭരണാധികാരിയായിരുന്നു. സ്വർഗലോകം കൂടി തന്റെ അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ മഹാബലി ആഗ്രഹിച്ചു. ഇതിൽ ഭയം പൂണ്ട ദേവന്മാർ വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു. ഒടുവിൽ വിഷ്ണു വാമനായി അവതരിച്ച് മഹാബലിയുടെ യാഗശാലയിലെത്തി 3 അടി മണ്ണിന് വേണ്ടി യാചിച്ചു. ആദ്യത്തെ അടികൊണ്ട് ആകാശവും 2ാമത്തെ അടികൊണ്ട് ഭൂമിയും പാതാളവും അളന്ന ഭഗവാൻ അവസാനത്തെ അടിക്കായി സ്ഥലം കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ മഹാബലി തല കാണിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം. ഇതിൽ പ്രസാദിച്ച ഭഗവാൻ തന്റെ 3ാമത്തെ അടികൊണ്ട് മഹാബലിയെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ സുതലം എന്ന ലോകത്തിന്റെ അധിപനാക്കി.